ഒറ്റപ്പാലത്ത് ഇപ്പോൾ തീ വാർന്ന പോരാട്ടമാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ മേജർ രവി രംഗത്തുള്ളത്. മേജർ സാർ, എങ്ങനെയുണ്ട് ക്യാമ്പയിനൊക്കെ? ക്യാമ്പയിൻ നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ ഉള്ളത് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ CPM-ൻ്റെയും ആ ഒരു ലെവലിലേക്കാണ് നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ആ രണ്ടും കൂടെ ഉള്ളത് ഹിന്ദിയിൽ പറയും 19-20 19-20 അതിൽ ഏതാന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്കും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങയുടെ പല പ്രസ്താവനകൾ ഇതിനോടൊക്കെ നമുക്ക് ചർച്ച ചെയ്തത്, പക്ഷേ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സ് ഇലക്ഷനിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ അതൊരു വേറൊരു സ്ട്രാറ്റജി ആണല്ലോ. എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത്? ആക്റ്റീവ് പൊളിറ്റിക്സിനകത്ത് ഞാൻ കാണുന്നത് ഇത് ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്തുകാർ, ഇവരൊക്കെ ആഞ്ഞു നിൽക്കുന്നുണ്ടാവും. കാരണം ഈ അണികളുടെ ഒരു ആവേശം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനിടയിൽ പലപ്പോഴും നമ്മൾ പല പുഴുക്കുത്തുകളും കാണും. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും, നമ്മളോട്ടുള്ള പല പ്രശ്നങ്ങളും കാണും. പക്ഷെ ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ കൂടെ കട്ടയ്ക്ക് ചെറുപ്പക്കാരെ നിൽക്കുന്നുണ്ട്. അത് യൂത്ത് ആണെങ്കിലും ശരി, യുവജന മോർച്ചയാണെങ്കിലും ആ ഒരു ലെവലിൽ നിൽക്കുന്ന പിള്ളേരെ കാണുന്ന സമയത്ത് അവരുടെയൊക്കെ രാത്രിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന സമയം നോക്കിയാൽ 1:30, 2:30 ചെയ്യുമ്പോൾ അതിനകത്ത് യൂത്ത് മാത്രമല്ല, ചിലപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ റോട്ടിലിരുന്ന് എഴുതുന്നു. അത് കാണുമ്പോൾ യെസ്, എൻ്റെ കൂടെ ഇവരുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെ. വാർഫീൽഡ് പോലെ തോന്നുന്നു. വാർഫീൽഡ് ശത്രു മുന്നിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എവിടെയും ഉണ്ടായിരിക്കും ശത്രു, അതാണ് പ്രശ്നം. വാർഫീൽഡ് തരുമ്പോൾ മുന്നിൽ വരുന്നതിനെ നോക്കിയാൽ മതി. ഇവിടെ കൂടെ നടക്കുന്ന ചിലതും കാണുമായിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ എം ഓക്കെ. ഈ നാട് പരിചയമുള്ളതാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് സിനിമാ സംവിധായകൻ എന്ന നടൻ എന്ന നിലയിലും എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ ഭാഗത്തുള്ള റെസ്പോൺസ്? അല്ല, അവരുടെ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് മേജർ രവിനെ അറിയാം. അപ്പം പലരും പറയുന്നത് എന്താ വെച്ചാൽ പേര് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു യെസ്, പ്രാവശ്യം മേജർ രവിക്ക് വോട്ട് തരും എന്നുള്ളത്. അതാ പറയുന്നത് കേൾക്കും പറയാം അവരേത് പാർട്ടിയാണ്, എന്തുകൊണ്ട് പേര് കേട്ടപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു മേജർ രവിക്കാണ്. ആ ഒരു റെസ്പോൺസ് ഉണ്ട്. അത് ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് വെറും ഒരു ഗ്ലാമർ ഇതിൻ്റെ അല്ല, ഒരു പെട്രിയോട്ടിക് ബാക്ക്ഗ്രൗണ്ട്, പെട്രിയോട്ടിക് യൂത്തിൻ്റെ ഒരു ഫീല്, അവർ ഇന്ന് തന്നെ നോക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതെല്ലാം കൂടെ അമ്മമാരുടെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഓവറോൾ എന്നെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ഇസ് ഹെവി. അതിനിടയിൽ മോദിജിയുടെ സന്ദർശനം കൂടെ ഒരു ബൂസ്റ്റ് വന്ന പോലെ. മോദിജിയുടെ സന്ദർശനം എന്ന് പറയുന്നത് പാലക്കാട് വന്നു, നമ്മളെല്ലാം അവിടെ പോയി, ജനങ്ങളെല്ലാം എവിടെയും മോദിജി വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം അത് ഓറ വേറെയാണ്. ആ ഒരു മനുഷ്യൻ വന്ന് പോകുമ്പോൾ, ഇന്നലെയും ഞാനിങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ഈ ഒരു പ്രകാശം എവിടുന്ന് വരുന്നതാണ്. നിങ്ങൾ എത്ര അസൂയക്കാർ എന്ത് പറഞ്ഞാലും ശരി, ഹി ഗോട്ട് സം ഡിവൈൻ പേഴ്സണാലിറ്റി. അത് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പം നമ്മളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇല്ല, അത് വല്ലപ്പോഴൊക്കെ ചിലർ കാണുന്നൊരു ഹൈറ്റ്, അത് ഹൈപ്പ് ഭയങ്കരമായിട്ട് വരും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും, അതാണ് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഫീലിംഗ്. ശരിക്കും ഈ പ്രചരണത്തിന് വല്ലാത്തൊരു ഊർജ്ജം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് എൻ്റെ രീതിയിൽ ഞാനൊരു മിനിസ്റ്ററിനെ നോക്കുന്നുണ്ട്. കാരണം ഇവിടെ കുറേ പട്ടാളക്കാരുണ്ട്, അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യണം. 10-15 ചിലാണ് ഫാമിലീസ് ഉള്ളത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20,000-ഓളം വോട്ടുകളുണ്ട്. അവർക്ക് കുറേ പ്രശ്നം ആരും ഇല്ല ഇവിടെ. അപ്പം അതിന് ഡിഫൻസ് മിനിസ്റ്റർ അത് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ചിലപ്പം അദ്ദേഹം ലാൻഡ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഒറ്റപ്പാലത്ത് പ്രേംകുമാർ വളരെ മുൻപിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. PK ശശി ഇടതുപാളയത്തിലെ വോട്ടുകൾ പോലും തനിക്ക് അനുകൂലമാവുന്നുള്ള അവകാശവാദത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഈ ഒരു പോരാട്ടം ഒരു ത്രികോണ മത്സരമാണല്ലോ, എങ്ങനെ കാണുന്നു അതിനെ? എനിക്കിപ്പോൾ ത്രികോണമായിട്ട് തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നുന്നു ഞാനും LDF ആയിട്ടുള്ളൊരു ഇതാണ്. ശശിയേട്ടൻ്റെതായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാവുമായിരിക്കും, ഓക്കെ. ബട്ട് ദെൻ ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ സ്വൈപ്പ്. ആ ഒരു ഓറ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നപ്പോൾ ആരോടാ?
ഞാൻ ഫൈറ്റ് ചെയ്യുന്നപ്പോൾ രണ്ട് NDA വേഴ്സസ് LDF 1 and 2. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ അതിലായ ഒരേ LDF-കാർ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഇന്ത്യ മുന്നണിയുടെ ആ ഘടകത്തിലുള്ള കോൺഗ്രസ്സുകാർ. പക്ഷെ ആ കോൺഗ്രസ്സുകാർക്ക് ഒന്ന് മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാർക്ക് എന്നോടായിരിക്കും കൂടുതൽ കടപ്പാട് വേണ്ടത്. കാരണം ശശിയേട്ടൻ അവരായിട്ട് ഇന്നും ഫൈറ്റായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നിട്ടുള്ള അവരുടെ ഘാതകരെ നെഞ്ചും വിരിച്ച് പിടിച്ച് ജയിലിലിട്ടിട്ടുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യണോ അതോ PK ശശിയേട്ടന് വോട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. അതാണ്. അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ എല്ലായിടത്തും കിട്ടുന്നുണ്ടോ? എസ്പെഷ്യലി പാർട്ടിയുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തും കിട്ടുന്നുണ്ടോ? പാർട്ടിയല്ലേ പറഞ്ഞേ, പിള്ളേരൊക്കെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ബിക്കോസ് പല ലീഡർഷിപ്പ് സൈഡിലും പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ മണ്ഡലം ലെവൽ 2 ഇത്, പിന്നെ ഹരിദാസിൻ്റെ സൈഡിൽ നിന്ന് ഹീസ് ഓവറോൾ ഇലക്ഷൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം സപ്പോർട്ടുണ്ട്. കിട്ടാത്തവരെ ഞാൻ എൻ്റെ രീതിയിലങ്ങ് മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ദാറ്റ്സ് ഓൾ. എനിക്ക് പറയുന്നതിൽ യാതൊരു വിഷമമില്ല. നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. സാമിനെ അല്ല, അങ്ങേ ഇറക്കിയതിൽ പലപ്പോഴും അങ്ങ് ഈ നാട്ടുകാരനല്ല, പ്രതീക്ഷിച്ച പലരും ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ അതിൽ അതൃപ്തി ആരെങ്കിലും പരസ്യമായി കാണിച്ചു? പരസ്യമായിട്ടല്ല, അത് രഹസ്യമായിട്ട് കാണിച്ചാലും ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇപ്പോൾ BJP-യുടെ ഇതുവരെയുള്ള പരാജയങ്ങൾ എന്തായിരുന്നു? റിപ്പീറ്റഡ് ഫേസസ്. അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്കറിയാം ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ അതിനെ ഞാനെന്നുള്ള വ്യക്തിനെ ഞാനായിട്ട് ആഗ്രഹിച്ചിട്ട് വന്നൊന്നുമില്ല. എനിക്കൊരു ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഡൽഹി നടക്കാൻ വന്നപ്പോൾ ദിസ് ടൈം നോ എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലം പട്ടാമ്പി. ഈ നാട്ടുകാരൻ അല്ല എന്ന് പറയാനും പറ്റില്ല, കാരണം ഞാൻ പട്ടാമ്പിക്കാരാണ്. ഇതൊക്കെ ഞങ്ങളുടെ സെയിം വള്ളുവനാട് ബെൽറ്റുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് അവകാശപ്പെടാനും പറ്റില്ല. അവരെക്കാൾ കൂടുതൽ എനിക്ക് ഒരുപക്ഷെ ഒറ്റപ്പാലത്തിനെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞാൻ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്, സാറിതൊക്കെ ഇങ്ങനെ കനാലുകളിൽ കൂടെ, ഇവിടെ വെള്ളമില്ല എന്ന് പറയുന്നുണ്ട്, കനാലുകളിൽ കൂടെ വെള്ളം എത്തുന്നില്ല എന്നുള്ളത് ആരും, കനാലിൽ വെള്ളം തുറന്നു വിടുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് എത്തുന്നില്ല. എന്തേ വരാത്ത? കനാൽ മുഴുവൻ കാട് പിടിച്ചെടുക്കണം. അപ്പോൾ ആ കാട് മുഴുവൻ വെള്ളം വലിച്ചെടുക്കുന്നു, ജനങ്ങൾക്ക് കിട്ടുന്ന സാധനം വരുന്നില്ല. ഈ കനാൽ എന്താ ക്ലീൻ ചെയ്യാത്തത്? അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ട് സാധനങ്ങളാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ സ്കോപ്പുകൾ, അത് അമ്പലങ്ങളും മനങ്ങളുമായിട്ട് എന്തെല്ലാം പുരാതനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇവിടുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു സംഭവത്തിന് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവണം ഇവിടെ എന്താ പ്രശ്നം, ഞാൻ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. അല്ല, ഞാനിവിടെ വന്നിട്ട് പിണറായി വിജയൻ അത് ചെയ്തു, VD സതീശൻ ഇത് ചെയ്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ കാര്യമാണ് ഞാൻ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അതിൽ കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തുകൊണ്ടാണെന്നറിയാം. വെള്ളത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ ടൂറിസം ട്രെയിൻ നിർത്തി കൊടുക്കേണ്ടത് ഇതെല്ലാം സെൻട്രൽ ഭരിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടുന്ന് ഒരു MLA ആയി പോയി കഴിഞ്ഞാൽ, സാറേ ഞാനിവിടെ വാക്ക് കൊടുത്തിട്ടാണ് അവരെന്നെ ജയിപ്പിച്ചിരിക്കും. അത് നടത്തി തന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ബഹുമാനമാണ്. അപ്പം അതുകൊണ്ട് അത് നടത്തിയിരിക്കും. എന്തായാലും ഈ യുദ്ധം ജയിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ്. ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ജയിക്കാനാണ്, അല്ലെങ്കിൽ മരിച്ചിട്ട് വരാന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ പിന്നെ മരണമില്ല, ഒരു തോൽവി എന്നുള്ളേ ഉള്ളൂ. അപ്പം അതുപോലും ഫേസ് ചെയ്യാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ ചങ്കൂറ്റത്തിൽ നിൽക്കുന്നുണ്ട്. ആര് പിന്നൊന്ന് കുത്തിയാലും മുമ്പൊന്ന് കുത്തിയാലും ശരി, താങ്ങാൻ അത്രയും ഇൻ്റലിജൻസ് വർക്കുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും സർവ്വസജ്ജനായിട്ടാണ് ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അത് വിജയം കാണുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.